ഞാനാണ് ഈ ക്ഷേത്രത്തിന്റെ പൂജാരിയായിട്ട് അച്ഛൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് പൂജ അറിയാമോ എന്ന് ചോദിച്ച് കളിയാക്കുന്ന കുറച്ചു പേരുണ്ട്, ഇല്ലെന്നല്ല. ഇങ്ങനെ കളിയാക്കുന്നവരുടെ എല്ലായിടത്തും എനിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര സംഗീതം പഠിച്ചാലും എത്ര വിദ്യകളില്ല, ഇനി എന്തൊക്കെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിരുന്നാലും ശരി, അറിവെന്ന് പറഞ്ഞ സാഗരമാണ്. ആർക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പം ഭഗവാന്റെ പൂജ എനിക്ക് അറിയാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നതും. അതുപോലെ തന്നെ സമാധി ചടങ്ങുകളെല്ലാം ഞാൻ ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി, ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല. അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പണ്ടെങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം, നമ്മുടെ നിത്യോപജീവനമാവും. അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഒരു മാറ്റമില്ല, അധ്വാനിച്ച് തന്നെ ജീവിക്കും. ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ആക്കും ഈ ഒരു ട്രസ്റ്റിനെ ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരാവകാശങ്ങളില്ല. ക്ഷേത്രനെ വിൽക്കാൻ പറ്റത്തില്ല. ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്ത് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതങ്ങനെ തന്നെ ഭക്തിമാർഗത്തിൽ പോകാൻ തന്നെ താല്പര്യം. അല്ലാതെ ഭഗവാന്റെ പണം എടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുടുംബത്തിന്. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.